ഈ മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പല നിർണായകമായ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിരോധ കരാറുകളാണ്. പക്ഷേ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു രാജ്യം ആശങ്കപ്പെട്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരു രാജ്യമല്ല, രണ്ട് രാജ്യങ്ങൾ ചെറിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ് F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഭാരതത്തിന് നൽകാൻ ഇതും പ്രഥമമായി അമേരിക്ക ഒരു തീരുമാനമെടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയുടേത് കുറച്ചുകൂടെ കാര്യക്ഷമമാകുന്നു എന്ന ഒരു ചിന്തയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വ്യോമസേന പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്നത് മിഗ് വിമാനങ്ങളാണ്. അത് റഷ്യൻ നിർമ്മിത മിഗ് വിമാനങ്ങൾ. പിന്നീട് MiG-29 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ ഉൽപാദന അനുമതി നൽകി, സാങ്കേതിക വിദ്യ നൽകി, ജോയിന്റ് കൊളാബറേഷൻ ഉണ്ടായി. പിന്നീട് സുഖോയ് വിമാനങ്ങൾ, അതും റഷ്യയുമായി ബന്ധപ്പെട്ട വിമാന ഇടപാടുകളാണ്. ഫ്രാൻസുമായി നമ്മൾ ഡൈവേഴ്സിഫൈയിങ് പോളിസി അനുസരിച്ച് ഫ്രാൻസുമായി റഫാൽ വിമാന ഇടപാട് വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ബ്രിട്ടനിൽ നിന്നും ജാഗ്വാർ വിമാനം. അതോടൊപ്പം തന്നെ മറ്റു ഈ റഫാലിനേക്കാൾ മികച്ചതാണോ ഈ അമേരിക്കയുടെ വിമാനം? രണ്ട് ക്ലാസ് വെഹിക്കിൾസ് ആണ്, രണ്ട് ക്ലാസ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് ആണ്. ഈ F-35 എന്ന് പറയുന്നത് സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്ന് പറയും. അത് ശബ്ദാതിവേഗം സഞ്ചരിക്കും. ശബ്ദത്തിന്റെ 1.5 മടങ്ങ് വേഗമാണ് ആർജിക്കാൻ കഴിയുക. അതേസമയം സുഖോയ് വിമാനങ്ങൾക്ക് SU വിമാനങ്ങൾ, റഷ്യ ഉൽപ്പാദിപ്പിക്കുന്ന Su-57 എന്ന് പറയുന്ന വിമാനങ്ങൾക്ക് ശബ്ദത്തിന്റെ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളതാണ്. പക്ഷേ F-35 പ്രത്യേകത എന്ന് പറയുന്നത് 3 കാറ്റഗറീസ് ഓഫ് F-35 ഉണ്ട്. അതിലൊരു കാറ്റഗറി എന്ന് പറയുന്നത് ദീർഘമായ റൺവേയിലൂടെ ഓടി പറന്നുയരാവുന്ന ഇതാണ്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട്. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി, B കാറ്റഗറി എന്ന് പറയുന്നത് നിന്ന് നിൽപ്പിൽ പറന്നുയരാവുന്ന രീതിയിലുള്ള ചെറിയ റൺവേ മാത്രം ആവശ്യമുള്ളതാണ്. മറ്റൊരു കാറ്റഗറി കൂടിയുണ്ട്. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിൾ ആണ്, മൾട്ടിപർപ്പസ് ഫൈറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, റേഡാറുകളെ, ശത്രു സൈന്യത്തിന്റെ റേഡാറുകളെ വെട്ടിച്ച് അദൃശ്യമായി നീങ്ങാനുള്ള കഴിവുള്ള വിമാനം കൂടിയാണ് സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റെൽത്ത് ബോംബേഴ്സ് എന്ന് പറയുന്ന F-35 വിമാനങ്ങൾ. ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പക്ഷെ ഇന്ത്യക്ക് അത് ഇതുവരെ F-35 വിമാനങ്ങൾ അമേരിക്ക വിറ്റിട്ടില്ല. ഇന്ത്യയുടെ നയമായിരുന്നു അമേരിക്കയിൽ നിന്നല്ല ഇന്ത്യ വിമാനം വാങ്ങിയിരുന്നത്. പക്ഷെ ഇത് പുതുതായി എടുത്ത തീരുമാനമാണ്. നമ്മുടെ വ്യോമസേനയിൽ പ്രഹരശേഷി കുറഞ്ഞു വരുന്നു എന്ന ഒരു യാഥാർത്ഥ്യ അധിഷ്ഠിതമായ ഒരു ചിന്ത. നമുക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉണ്ട് ബാംഗ്ലൂർ. അവിടെ നിന്നും വേണമെങ്കിൽ വിമാനങ്ങൾ തേജസ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് എന്ന് പറയും, ആ വിമാനങ്ങൾ വാങ്ങിയെടുക്കാൻ സാധിക്കും. പക്ഷേ അത് ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് ഡെലിവർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വ്യോമസേന മേധാവി പല പ്രാവശ്യം പരാതി പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്പീഡി ഡെലിവറി, ഷാർപ്പ് പ്രിസിഷൻ ബോംബിംഗ് കപ്പാസിറ്റി. അത് മാത്രമല്ല, വില കൂടുതലാണ്. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ചെലവ് കൂടുതലാണ്, ശരിയാണ്. പക്ഷേ നമുക്ക് ആകെയുള്ള 515 വ്യോമസേന വിമാനങ്ങളാണുള്ളത്. വ്യോമസേനയ്ക്കുള്ള ആ വിമാനങ്ങളിൽ തന്നെ 5th ജനറേഷൻ വിമാനങ്ങളുടെ എണ്ണം കുറവാണ്. 5th ജനറേഷൻ 5 എന്നാണ് പറയുക. ഇപ്പോഴത്തെ ഏറ്റവും ആധുനികമായ വിമാനങ്ങളുടെ എണ്ണം കുറവാണ്. പാകിസ്ഥാൻ തൊട്ട് പിന്നിലുണ്ട്. 490ഓളം വിമാനങ്ങൾ പാകിസ്ഥാന് കൈവശവുമുണ്ട്. അതുകൊണ്ട് എയർ സുപ്പീരിയോറിറ്റി ഉറപ്പായി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് കരസേനയുടെ കാര്യത്തിലും നാവികസേനയുടെ കാര്യത്തിലും റിമാർക്കബിൾ അഡ്വാൻറ്റേജ് ഉണ്ട്. വ്യോമസേനയുടെ കാര്യത്തിൽ ഉള്ള അഡ്വാൻറ്റേജ് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ചൈനയ്ക്കെതിരെയും പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാവണം. ചൈന 4 ഇരട്ടി വിമാനങ്ങളുള്ള ഒരു രാജ്യമാണ്. 2500 പരം വിമാനങ്ങളുള്ള ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ അതുകൊണ്ട് ഭാരതം അമേരിക്കയുമായി തന്ത്രപരമായ ഒരു പങ്കാളിത്തത്തിലൂടെ ഇറക്കുമതി, അമേരിക്ക ആഗ്രഹിക്കുന്ന ഇന്ത്യയിലേക്കുള്ള ആയുധ കയറ്റുമതി നടക്കും. അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യവും നിർവഹിക്കപ്പെടും. അതാണ് F-35ന്റെ ഒരു പ്രത്യേകത. ഈ മോദിയുടെ സന്ദർശനത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഈ സംയുക്ത പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ പേരെടുത്തു പറഞ്ഞു തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നും പ്രസ്താവന ഉണ്ടായി. അത് എന്തുകൊണ്ട് സാധിക്കുന്നു? ഒരു കാലത്ത് ഇന്ത്യയെക്കാൾ ബന്ധം പാകിസ്ഥാൻ അമേരിക്കയോടായിരുന്നു. അങ്ങനെ ഒരു പാകിസ്ഥാനെ ഇപ്പോൾ ചവിട്ടിക്കളയുകയാണ്. അതിനുള്ള കാര്യം എന്തായിരിക്കും? ഒരു നയതന്ത്ര രംഗത്ത് സത്യത്തിൽ അമേരിക്ക ദീർഘകാലമായി, കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായി ഒരു ബാലൻസിങ് ആക്ട് ആയിരുന്നു സൗത്ത് ഏഷ്യയിൽ. ഇന്ത്യ സന്ദർശനം, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ഇന്ത്യ സന്ദർശനം ഉണ്ടായാൽ
അത് പാകിസ്ഥാനിലേക്കും കൂടി പോയതിനു ശേഷമാണ് പലപ്പോഴും തിരിച്ചു വരുന്നത്. അല്ല എങ്കിൽ പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷം ഇന്ത്യ സന്ദർശനം ഇല്ലാതെ തിരിച്ചു വരുന്ന പതിവില്ല. അത് കുറെ കാലം കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായി തുടർന്നിരുന്ന ഒരു രീതിയാണ്. പക്ഷെ അടുത്ത കാലത്താണ് അതിന് മാറ്റം വന്നത്. അപ്പൊ ഈ ഇന്ത്യയും പാകിസ്ഥാനെയും ഒരു പാരിറ്റിയിൽ കാണുന്ന ആ നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നു. ആദ്യം ഒരു 70-കൾ 80-കൾ 90-കൾ വരെ ശീതയുദ്ധം അവസാനിക്കുന്നത് വരെയുള്ള കാലത്ത് അമേരിക്കയുടെ പ്രിഫറൻസ് ഔട്ട് ആൻഡ് ഔട്ട് പാകിസ്ഥാൻ അനുകൂലമായിരുന്നു. നമ്മുടെ നാം കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ തന്നെ അറിയാം, റഷ്യയുമായി ഇന്ത്യക്ക് മികച്ച ബന്ധവും പാകിസ്ഥാനെ സഹായിക്കാനായി അമേരിക്ക വരുന്നത് പല നയതന്ത്ര വിദഗ്ധരും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ ഭാരതം അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നായിരുന്നു പൊതുവെയുള്ള നിരീക്ഷണം. പക്ഷേ ഒരു നെഹ്റുവിയൻ കാഴ്ചപ്പാട്, ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യയെ ഏറെ അടുപ്പിച്ചു. അത് മാത്രമല്ല, ആ സമയത്ത് പഞ്ചവത്സര പദ്ധതി പ്ലാനിംഗ് മുതലായ കാര്യങ്ങളിൽ അതുപോലെ മറ്റ് സാമ്പത്തിക സഹായം റഷ്യയിൽ നിന്നും നിർലോഭം ലഭിച്ചിരുന്നത് കൊണ്ട് ഇൻഡോ റഷ്യൻ സഹകരണം, ഇൻഡോ സോവിയറ്റ് അന്ന് റഷ്യയല്ല സോവിയറ്റ് സഹകരണം ഉദാത്തമായ നിലയിലെത്തി. അതിന്റെ കൾമിനേഷൻ പോയിന്റ് ആയിരുന്നു 1971 ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് ഇന്ത്യയും റഷ്യയും തമ്മിൽ, ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒരു കരാർ ഏർപ്പെട്ടു. ഒരു സൈനിക കരാറാണത്, ഇൻഡോ സോവിയറ്റ് ട്രീറ്റി ഓഫ് പീസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോഓപ്പറേഷൻ. അതുകൊണ്ട് ഇന്ത്യ ആക്രമിക്കപ്പെട്ടാൽ റഷ്യ ആക്രമിക്കപ്പെട്ടതായി കരുതി ഇന്ത്യയുടെ സഹായത്തിന് റഷ്യ എത്തും എന്ന ഒരു ശപഥമാണ്. അത് ഇന്ത്യക്ക് ഗുണകരമായി വന്നു. ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനും അമേരിക്കയുടെ 6ാം കപ്പൽപ്പടയെ അവിടെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ തളച്ചിടാനും ഇന്ദിരാഗാന്ധിക്ക് ശക്തമായ പ്രേരണയായത് റഷ്യയുമായുള്ള ഈ ഒരു സൈനികമായ ഇടപാടാണ്. ചേരിചേരാ നയം നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യ അനുകൂല ഒരു സൈനിക പർച്ചേസുകളാകട്ടെ മറ്റു ബന്ധങ്ങളാകട്ടെ. പക്ഷെ കാലക്രമത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു, കമ്മ്യൂണിസം അവസാനിക്കുന്നു, ലോകക്രമം മാറി മറിയുന്നു, ഏകധ്രുവ സംവിധാനത്തിലേക്ക് ലോകം മാറുന്നു. അപ്പോൾ അമേരിക്കയുമായി ഒരു വർദ്ധിച്ചു വരുന്ന ഒരു സഹകരണം പിന്നീട് സാധ്യമായി. അതുകൊണ്ടാണ് 2008 ഇൻഡോ US സിവിൽ ന്യൂക്ലിയർ എനർജി അഗ്രിമെന്റ് 123 അഗ്രിമെന്റ് അതിലെപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക ഇന്ത്യയോട് കൽപ്പിച്ചിരുന്ന എല്ലാ ആയുധങ്ങളും മാറി. ആണവ സ്ഫോടനം നടത്തിയ 1998 പൊഖ്റാൻ 2 സ്ഫോടനം സമയത്ത് ഇന്ത്യക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഉൾപ്പെടെ മറന്നുകൊണ്ട് 2008 മുതൽ മൻമോഹൻ സിംഗ് ഒബാമ ആ കാലഘട്ടം മുതൽ വളരെ ഊഷ്മളമായ ബന്ധമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ. അതിപ്പോൾ അടുത്ത നിലയിലേക്ക് വരുന്നു. സൈനിക രംഗത്ത് വർദ്ധിച്ചു വരുന്ന കോഓപ്പറേഷൻ, ക്വാഡിൽ ഉൾപ്പെടെ, സൈനിക സമിതി അല്ല എന്ന് ഓർക്കണം, ഒരു സമുദ്ര സമിതിയാണ് ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ, അമേരിക്ക. ചൈനയെ ലക്ഷ്യമിട്ടുള്ളത്, ചൈനയെ ചെക്ക്മേറ്റ് ചെയ്യാൻ ദക്ഷിണ കടലുകളിൽ ഇൻഡോ പസഫിക് റീജിയൻസിൽ ചൈനയെ ബാലൻസ് ചെയ്യാനുള്ള അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഒരു തന്ത്രത്തിന്റെ ഭാഗമായി ഒരു നേവൽ എക്സസൈസ് എന്ന രൂപത്തിൽ കൊണ്ടുവന്ന ഒരു സമിതിയാണ് ക്വാഡിന്റെ സമ്മേളനത്തിൽ അടുത്തത് ആതിഥ്യം അരുളേണ്ടത് ഇന്ത്യയാണ്. അവിടേക്ക് ഡൊണാൾഡ് ട്രംപിനെ ക്ഷണിക്കാൻ കൂടിയാണ് മോദി സന്ദർശന വേള ഉപയോഗപ്പെടുത്തിയത്. ഈ അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കും ഈ പാകിസ്ഥാനോട്? അമേരിക്ക ജോയിന്റ് ഡിക്ലറേഷൻ ആശങ്കയിൽ അറിയിച്ച പശ്ചാത്തലത്തിൽ അതുപോലും കാര്യമായി എടുക്കുന്നു. അമേരിക്ക ചെറിയ പരിഭവത്തിലാണ്. കാരണം ബിൻ ലാഡൻ ഉൾപ്പെടെ അമേരിക്ക തേടിക്കൊണ്ടിരുന്ന കൊടും ഭീകരന്മാർക്ക് ചിലർക്കെങ്കിലും അഭയം നൽകാൻ പാകിസ്ഥാന്റെ ഭരണകൂടവും പാകിസ്ഥാൻ ISIയും പാകിസ്ഥാൻ ആർമിയും ചേർന്ന് സഹകരിച്ച് അത് നടപ്പാക്കി എന്ന ഒരു പരിഭവമുണ്ട്. അപ്പോഴും ഗ്ലോബൽ ടെററിനെതിരെയുള്ള ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് ജിയോഗ്രാഫിക്കലി പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനോട് അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മധ്യപൂർവ്വ പ്രദേശത്തോട് അടുത്ത് നിൽക്കുന്നത്. പക്ഷെ അവിടുന്ന് മാറി അഫ്പാക് പോളിസിക്ക് പരിവർത്തനം വരുത്തി കൂടുതലും ഇന്ത്യ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റായി ജിയോ പൊളിറ്റിക്കലി, ജിയോ സ്ട്രാറ്റജിക്കലി കാണാനായി അമേരിക്ക ഇപ്പോൾ താല്പര്യപ്പെടുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഇപ്പോഴത്തെ മോദിയുടെ സന്ദർശനവും ഇപ്പോൾ ആയുധ കരാറുകൾ ഉൾപ്പെടെ തീരുമാനമാക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് വായിക്കാൻ. അതോടൊപ്പം ഇത് ട്രംപിന്റെ മാറ്റമാണോ അതോ അമേരിക്കയുടെ മാറ്റമാണോ? ബേസിക്കലി അമേരിക്കയുടെ മൊത്തത്തിലുള്ള മാറ്റമാണ്. അതിനനുരൂപമായി മാത്രമേ ട്രംപിന് നിൽക്കാനാവൂ. അമേരിക്കയുടെ ഒരു ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. ആ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റിന് ഉപരിയായി ചിന്തിക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് അമേരിക്കയുടെ ആത്യന്തികമായ താല്പര്യങ്ങളും അതുപോലെ തന്നെ ട്രംപിന്റെ വ്യക്തിപരമായ ചില ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം ചേർന്നതാണ് ഇപ്പോഴത്തെ അമേരിക്കൻ ഒരു നയം. ട്രംപ് കൊണ്ടുവരുന്ന ഒരു ടച്ച് ഉണ്ട് അമേരിക്കൻ ഫോറിൻ പോളിസിയിൽ, ഡിഫൻസ് പോളിസിയിൽ, ട്രേഡ് പോളിസിയിൽ ട്രംപ് കൊണ്ടുവരുന്ന ഒരു സ്വദേശിവൽക്കരണ നയമുണ്ട്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതിന്റെ ഭാഗമായി അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പരമാവധി
രാജ്യങ്ങളെ കൂടെ നിർത്തുക. അതിന് ഇന്ത്യ ഈ ബില്ലാദിന്റെ സംഭവത്തിന് പിന്നാലെ ലോകരാജ്യങ്ങൾക്കിടയിൽ എല്ലാം ഒരു ചിന്തയുണ്ട്. ഈ ഭീകരവാദിത്വത്തിന്റെ കേന്ദ്രമായി പാകിസ്ഥാൻ മാറുന്നു എന്ന ചിന്ത. ആ ചിന്തയായിരിക്കുമോ ട്രംപ് ഉൾപ്പെടെയുള്ളവരെ പാകിസ്ഥാനെതിരെ ചിന്തിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുന്നത്? ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി വേണം പാകിസ്ഥാനെ കരുതാൻ. പരാജിത രാഷ്ട്രം എന്ന് പറഞ്ഞാൽ സിവിലിയൻ ഭരണകൂടത്തിന് അവിടുത്തെ സൈന്യത്തിന്റെ മേലുള്ള നിയന്ത്രണം, അതുപോലെ തീവ്രവാദികളുടെ മേൽ നിയന്ത്രണം, അതുമാത്രമല്ല ഈ സീക്രട്ട് സർവീസ് ISI മുതലായ സംഘടനകൾ, ഇതിനെല്ലാം നിയന്ത്രിച്ചു നിർത്താൻ സിവിൽ ഭരണകൂടത്തിന് കഴിയാത്തൊരു അവസ്ഥയ്ക്കാണല്ലോ ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നിയമവാഴ്ച അവിടെ ഒരു മരീചികയായി മാറുന്നു. അങ്ങനെയുള്ള രാജ്യം തീർച്ചയായും തീവ്രവാദികളുടെ താവളമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ത്രെട്ട് ഇന്ത്യയിൽ നിന്നല്ല, മറിച്ച് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളുടെ ആക്രമണ ഭീഷണി തന്നെയാണ് പാകിസ്ഥാൻ അനുഭവിക്കുന്ന ആഭ്യന്തരമായ ഏറ്റവും വലിയ പ്രശ്നവും. അതുകൊണ്ടാണ് പാകിസ്ഥാന് കൂടുതൽ സഹായങ്ങൾ, സൈനിക സഹായം ഉൾപ്പെടെയുള്ളത് നൽകിയാൽ ഒരു നാൾ അത് തീവ്ര വിഭാഗങ്ങളുടെ കൈവശം എത്തുമോ എന്ന പേടിയും ഈ എയ്ഡ് നൽകുന്നവർക്കുണ്ട്. എയ്ഡ് മാത്രമല്ല, ആയുധങ്ങൾ നൽകുന്നവർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ പാകിസ്ഥാന്റെ പേര് ജോയിന്റ് കമ്മ്യൂണിക്കേഷൻ, സാധാരണ ഇത് വരുന്നതല്ല, ഇൻഡോ-US ജോയിന്റ് കമ്മ്യൂണിക്കേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ വിസിറ്റ് ഓഫ് മോദി. അതിൽ പാകിസ്ഥാന്റെ പേര് എടുത്തു പറയുന്നത് പാകിസ്ഥാന് സ്വയം അലോസരം ഉണ്ടാക്കുന്ന കാര്യവും കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.